ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ഓൾറെഡി പ്രിലിമിനറി എക്സാമിനേഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള സോൾട്ടിന് ചെയ്യാൻ പറ്റുന്ന പ്രിലിമിനറി എക്സാമിനേഷൻസ് എല്ലാം നമ്മൾ ചെയ്തു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് തന്നിട്ടുള്ള മിക്സ്ചർ യു ഷുഡ് മിക്സ്ഡ് വെരി പ്രോപ്പർലി. നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് തന്ന മിക്സ്ചറിൽ നോർമലി രണ്ട് സോൾട്ടുകളാണ് തന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 2 anions ആൻഡ് 2 cations. അപ്പോൾ ഈ ഒരു ആനിയോൺസിന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട്, യു മിക്സ് ദാറ്റ് സോൾട്ട് വെരി പ്രോപ്പർലി. ഇപ്പോൾ സെക്കൻഡ് സെക്ഷനിലോട്ട് നമ്മൾ കടന്നു. ദാറ്റ് ഈസ് ദ അനാലിസിസ് ആൻഡ് ദ കൺഫർമേഷൻ ഓഫ് ആനിയോൺസ്. എങ്ങനെയാണ് ഈ ഒരു ആനിയോൺസിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്? അനാലിസിസ് മാത്രം ചെയ്താൽ പോരാ. എന്ന് വെച്ചാൽ ഒരു ടെസ്റ്റ് കൊണ്ട് മാത്രം നമ്മൾക്ക് ആനയോൺ ഉണ്ട് എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. കാരണം നെഗറ്റീവ് റിസൾട്ട്സ് ചില സമയങ്ങളിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. സോ ഇൻ ഓർഡർ ടു കൺഫേം ദാറ്റ് ആനയോൺ, യു വാണ്ട് ടു conduct another experiment also. Then only we can confirm that anion is present in your mixture. First experiment ഞാൻ ഇതിനകത്ത് എങ്ങനെയാണ് ആ ഒരു രീതി കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഐ വിൽ tell you what is the experiment you want to conduct and what will be the observation if the particular anion is there. Particular observation കാണിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഒബ്സർവേഷൻ കാണിക്കുന്നുണ്ട് എങ്കിൽ എന്തായിരിക്കാം ഇൻഫറൻസ്. ഈ ഒരു ഒബ്സർവേഷൻ സെക്കൻഡ് കോളത്തിലുള്ളതാണ് എന്ത് ഒബ്സർവേഷൻ. ഈ ഒരു ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തെന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ഇൻഫറൻസ് ആ ഒരു ആനിയോൺ ഉണ്ട് എന്ന്, അല്ലെങ്കിൽ പ്രസൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ കൺഫർമേഷൻ ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് പറയാം. ഫസ്റ്റ് ഇസ് ആക്ഷൻ വിത്ത് എ ഡൈല്യൂട്ട് HCl. To a little of the mixture is placed on a tile. Add 2 drops of dilute HCl. ഒരു ടൈൽ എടുത്തു. ആ ടൈലിൽ ഞാൻ എന്തെടുക്കുന്നു, മിക്സ്ചർ എടുക്കുന്നു. ഞാൻ അതിനകത്തോട്ട് 2 drops HCl ആഡ് ചെയ്യുന്നു. ഇനി ഇത് ടൈലിൽ മാത്രമല്ല, നമുക്ക് ഒന്നും കൂടെ കൺഫേം ആയിട്ട് അറിയാൻ നമ്മളുടെ ലബോറട്ടറി, നമ്മുടെ ലാബിൽ ചെയ്യുന്നത് വാച്ച് ഗ്ലാസ്സിലാണ് നമ്മൾ എടുക്കുന്നത്. ഞാൻ വാച്ച് ഗ്ലാസ്സിൽ കുറച്ച് മിക്സ്ചർ എടുക്കുന്നു, അതിനകത്ത് കുറച്ച് ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യുന്നു. ഞാൻ വീണ്ടും ഒന്നും കൂടെ വീഡിയോ കാണിക്കുന്നത് കാരണം ഞാൻ ജസ്റ്റ് ഐ ആം ഗോയിങ് ത്രൂ ദ experiment here. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. If the inference is like this or if the observation is like this, brisk effervescence obtain ചെയ്യുന്നു. എന്താണ് brisk effervescence? With the liberation of a colorless odorless gas. If that gas is passed through a lime water, which turns the lime water milky. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? The gas evolve ചെയ്തിട്ടുള്ളത് CO2 ആണ്, which then that CO2 is reacted with the lime water and it forms a calcium carbonate which is insoluble. അതുകൊണ്ടാണ് നമുക്കൊരു വൈറ്റ് കളറിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഒബ്സർവേഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ എന്താണ് ഒരു കെമിസ്ട്രി എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. ഞാൻ എടുത്തിട്ടുള്ളത് കാൽഷ്യം കാർബണേറ്റ് ആണ് എന്ന് വിചാരിക്കുക. കാൽഷ്യം കാർബണേറ്റ് ആവണമെന്നില്ല, ഏത് കാറ്റോൺ ആയിക്കോട്ടെ. ഇവിടെ ഏതാണ്? കാൽഷ്യം ഇസ് എ കാറ്റോൺ ആൻഡ് കാർബണേറ്റ് ഇസ് ആനിയോൺ. നമ്മൾ ആനിയോണിൻ്റെ കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ ആനിയോൺ ഏത് സോൾട്ട് ആയിരുന്നാലും reaction will be like this. The only difference is that the cation will be another one. So if it is calcium carbonate, CaCO3 plus 2 HCl, നമ്മൾ HCl add ചെയ്തു. What it is forming? It's forming a calcium chloride plus water plus CO2. So ഈ CO2 ആണ് അവിടെ എന്തുള്ളത്? showing the brisk effervescence. ഈ brisk effervescence with the colorless odorless gas എന്ന് പറഞ്ഞു. That is a CO2. What happens if the CO2 is treated with a lime water? This is a lime water, that is calcium hydroxide. So this is when calcium hydroxide is treated with a carbon dioxide, it forms an insoluble calcium carbonate. That is the presence of the white milky appearance of the lime water. ഇതാണ് നമ്മൾ അറിയേണ്ടത്. എന്താണ് അവിടെ ലിബറേറ്റ് ചെയ്തിട്ടുള്ള ഗ്യാസ് and what is the white curdy white means or the milky appearance, that is the calcium carbonate. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഞാൻ ഇനി വരുന്ന എല്ലാ എക്സ്പെരിമെൻറ്റ്സും ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ സേ യു what is the experiment it is and what is the chemistry behind that, and after that how that experiment is conducted in our lab. Therefore I think it will be very easy for you to go through the experiments after this atomic condition. So CaCO3 plus H2O, this is the final product. Therefore we can confirm, like third column നമ്മൾ പറയുന്നത്, maybe the carbonate CO3 minus may be present and it is confirmed by the formation of a milky appearance. So let's go through the video. Analysis and confirmation of anions ആണ്. ഒരുപാട് ആനിയോൺസിലുള്ളതിൽ ഓരോന്നും
നമ്മൾ പ്രിസ്ക്രൈബ്ഡ് ഏത് ആനയോൺ ആണ് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ടെസ്റ്റുകൾ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാർബണേറ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ കാർബണേറ്റിൻ്റെ ആക്ഷൻ വിത്ത് ഡൈല്യൂട്ട് HCl എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, a little of the mixture, that means a little of the substance is taken in a watch glass, and to that a little of dilute HCl is added. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാർബണേറ്റ് ആണെങ്കിൽ നമുക്ക് വരേണ്ട റിസൾട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ബ്രിസ്ക് എഫർവസൻസ് ഷോ ചെയ്യണം with the liberation of colorless odorless gas which turns the lime water milky. പക്ഷെ നമ്മളിവിടെ ലൈം വാട്ടർ മിൽക്കി എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നില്ല. നമ്മൾ ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യുന്ന സമയത്ത് ബ്രിസ്ക് എഫർവസൻസ് ഉണ്ടോ, ലിബറേഷൻ ഓഫ് കളർലെസ് ഓർഡർലെസ് ഗ്യാസ് ഉണ്ടോ എന്ന് മാത്രമേ നമ്മളിവിടെ ഈ ഒരു സമയത്ത് കാണിക്കുന്നുള്ളൂ. സോ ജസ്റ്റ് ആഡഡ് dilute HCl into the substance that taken in the watch glass, and you can see how it's a react. കുറച്ച് ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യുന്ന സമയത്ത് അത് കളർലെസ് ഓർഡർലെസ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബ്രിസ്ക് എഫർവസൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇഫ് ഇറ്റ് ഷോസ് then it may, that compound may be a carbonate, and it is confirmed the carbonate ആണ് എന്ന് കൺഫേം ചെയ്യാൻ നമ്മൾ ഏതും കൂടെ പാസ് ചെയ്യിക്കണം, by the formation of milky appearance. നമ്മൾ അതിവിടെ ചെയ്യുന്നില്ല. So the compound may be a carbonate. There's one more test in order to find out the presence of an anion carbonate. Then we can go through the experiment. A little of the substance is heated in a dry test tube. ഞാനൊരു ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ഒരു മൈക്രോ ടെസ്റ്റ് ട്യൂബ് ഞാൻ എടുക്കുന്നു. Substance, you are taking a little of substance into it and just heating. If it produces a colorless odorless gas, and if you are passing through that gas through a lime water, if it turns that lime water milky, then we can find, or then we can confirm that the anion carbonate is present at there. The gas evolved as CO2. Definitely നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇവോൾവ് ചെയ്യുന്ന ഗ്യാസ് CO2 ആണ്. പക്ഷേ നേരത്തെ അതേ കെമിസ്ട്രി അല്ല ഇവിടെ. Just because the substance is only heating here, no any other reagents is added into it. Okay, all metal carbonate except the alkali carbonates decompose on heating to give the CO2. Okay, then this reacts with the lime water to yield the insoluble calcium carbonate. Okay, then chemistry എങ്ങനെയാണ് നമുക്ക് നോക്കാം. So this is a chemistry which is entirely different from that of the other the experiment which is already explained earlier. Here this is CaCO3 calcium carbonate which turns into calcium oxide and carbon dioxide. ഇവിടെ കാൽഷ്യം ഓക്സൈഡ് ആണ് ഫോം ചെയ്തത്. നേരത്തെ കാൽഷ്യം ക്ലോറൈഡ് ആയിരുന്നു. with the presence of a dilute HCl. Okay, here it is calcium oxide is forming, and the CO2 is also produces. This CO2 is combining with the calcium hydroxide to forms the calcium carbonate, which is a result, or which gives a confirmation of the presence of carbonates. So this shows the presence of carbonate is confirmed. അപ്പോൾ നോർമലി ഒരു എക്സ്പെരിമെൻറ്റ് നേരത്തെ ചെയ്ത് അതുപോലെ തന്നെ ആയതുകൊണ്ട് ഐ എം നോട്ട് റിപ്പീറ്റിംഗ് ദ വീഡിയോ ഹിയർ. നെക്സ്റ്റ് ആനയോൺ, ഞാൻ സെക്കൻഡ് നമ്പർ 2 എന്ന് കൊടുത്തിട്ടുള്ളത്, ഞാൻ നെക്സ്റ്റ് ആനയോൺ എന്നുള്ളതാണ്, മീൻസ് നെക്സ്റ്റ് ടെസ്റ്റ് എന്നുള്ളതാണ്. ആക്ഷൻ വിത്ത് ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, ലിറ്റിൽ ഓഫ് ഇതിൽ സെക്കൻഡിൽ തന്നെ ABC എന്ന് കാണാം. സോ ഇതിൽ സെക്കൻഡ് ടെസ്റ്റിൽ ഫസ്റ്റ് A. A little of the mixture is rubbed with a dilute sulfuric acid on a watch glass and smell of the vapor is noted. ഞാനൊരു വാച്ച് ഗ്ലാസ് എടുക്കുന്നു, അതിനകത്ത് എനിക്ക് കുറച്ച് മിക്സ്ചർ എടുക്കുന്നു, ആൻഡ് ടേക്കിംഗ് a little dilute sulfuric acid into it, it is rubbing it. If it gives a vinegar smell, what is the smell of vinegar? We know that it is acetic acid. This is due to the formation of acetic acid. If the smell of vinegar is existed there, then it is we know that there will be a formation of acetic acid, which shows the presence of acetate anion, that is CH3COO minus. എന്താണ് റിയാക്ഷൻ എന്ന് പറയുന്നത്? 2CH3COO ഏത് സോൾട്ടും ആകാം. നമ്മുടെ സോഡിയം അസറ്റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് മേ ബി കാൽഷ്യം അസറ്റേറ്റ് ഓർ whatever it is. So this is a sodium acetate. When treated with a sulfuric acid, acetic acid is produced there. So that is CH3COOH plus Na2SO4. We can go through the video. Next നമ്മൾ ലിറ്റിൽ ഓഫ് സബ്സ്റ്റൻസ് റബ്ബഡ് വിത്ത് സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് റബ്ബ് ചെയ്യുമ്പം നമുക്ക് ആ വേപ്പറിൻ്റെ സ്മെൽ ഓഫ് വിനെഗർ ആണെങ്കിൽ നമുക്കതിനെ അസറ്റേറ്റ് എന്ന് പറയാം. സ്മെൽ ഓഫ് വിനെഗർ. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ കാർബണേറ്റിൻ്റെ പോലെ ബ്രിസ്ക് എഫർവസൻസ് അവിടെ വരില്ല. അപ്പം
ഇത് സ്മെൽ ഓഫ് അസറ്റേറ്റ് ആണെങ്കിൽ, സ്മെൽ ഓഫ് വിനെഗർ ആണെങ്കിൽ അത് അസറ്റേറ്റ് ആയിരിക്കും. Next is the second test for acetate anion. നമ്മൾ സെക്കൻഡിൽ B എന്ന് കൊടുത്തിട്ടുള്ളത്, that is the ethyl acetate test. So let us go through what the test is. A little of the mixture is mixed with 2 drops of concentrated sulfuric acid and 4 drops of ethanol, and this mixture is warmed and poured into water taken in a small beaker. എങ്ങനെയാണെന്നുള്ളത് വീഡിയോയിൽ നമുക്ക് നോക്കാം. If a pleasant fruity smell is observed, നല്ലൊരു സ്മെല്ല് ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പ്ലസൻറ്റ് ഫ്രൂട്ടി സ്മെൽ അല്ലെങ്കിൽ പ്ലസൻറ്റ് സ്മെൽ എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് എസ്റ്റർ. ഹിയർ ഇറ്റ് ഈസ് ഫോമിംഗ് ദ ഈഥൈൽ acetate. So it shows the presence of acetate and that acetate is confirmed here. നേരത്തെ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് acetate ആണെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. That is confirmed here. The presence of acetate is confirmed. You can go through what the chemistry behind this. Here if the sodium acetate or any acetate, CH3COONA plus H2SO4 sulfuric acid, it is from the acetic acid. Okay, ആ acetic acid നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ acetic acid ഫോം ചെയ്തു. then ഇനി നമ്മൾ ആസിഡ് മാത്രമല്ല, അതിൻ്റെ അകത്ത് എന്തും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ലിറ്റിൽ ഓഫ് എഥനോൾ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, ആൽക്കഹോൾ ആഡ് ചെയ്തു. then that is the acetic acid is treated with the alcohol C2H5OH, that is ethanol. The product is product formed as ethyl acetate, CH3COOC2H5. This is an ester which shows which has a pleasant fruity smell. It shows the presence of acetate. So we can go through the video. Next is ethyl acetate test in order to find out the presence of acetate. A little of mixture is taken in the boiling tube, and to that add a little of concentrated sulfuric acid. നമ്മൾ കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു. നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ടിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് a little of ethanol is added to the same boiling point. Okay, ethanol is added into the boiling tube. And after that, warm the mixture. Boil ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് വാം ചെയ്യാം. വാം ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി ഒരു ബീക്കർ എടുത്തിട്ടുണ്ടായിരിക്കണം. ആ ബീക്കറിൽ വാട്ടർ ഉണ്ട്. ആ വാട്ടർ കണ്ടെയ്ൻ ചെയ്യുന്ന ബീക്കറിലോട്ട് നമ്മളുടെ സൊല്യൂഷൻ എന്ത് ചെയ്യുക, pour ചെയ്യുക. It shows a pleasant fruity smell. വേറെ ഒരു റിയാക്ഷൻ അവിടെ നടക്കുന്നില്ല, മീൻസ് കളർ ചേഞ്ച് ചെയ്യുന്നില്ല, precipitate ഫോം ചെയ്യുന്നില്ല. You can obtain a pleasant fruity smell which indicates the formation of ester ethyl acetate. It shows the presence of acetate anion. We can go through the third test for the acetate anion. So a little of the experiment is a little of the aqueous solution of the mixture is acidified with the dilute HNO3, and it is neutralized by adding ammonium hydroxide, and after that boiled. Why it is boiled to expel any excess ammonia is presented in that, and after that cool it. To this solution add neutral solution, that means neutral ferric chloride solution is added. If this experiment is conducted, if an observation like this, what a red color first formed, ആദ്യം ഒരു റെഡ് കളർ ഫോം ചെയ്യുന്നു, which yields a reddish brown precipitate on boiling. ആദ്യം ഒരു റെഡ് കളർ മാത്രമായിരുന്നു എക്സിസ്റ്റ് ചെയ്തത്, അതിനുശേഷം നമ്മളതിനെ വീണ്ടും ബോയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് റെഡിഷ് ബ്രൗൺ precipitate obtain ചെയ്യുന്നുണ്ടെങ്കിൽ we can confirm the presence of acetate anion. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ കാണിച്ചിട്ടുള്ള റെഡ് കളർ അല്ലേ, റെഡ് കളർ ഫസ്റ്റ്ലി ഫോം ചെയ്യുന്നു പറയുന്നത് റെഡ് ഫെറിക് അസറ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നത്, which gets hydrolyzed on boiling. If it is boiled, it gets hydrolyzed on boiling to give the reddish brown precipitate of basic ferric acetate. The equation on the നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് it will be clear for you, or it will be easy for you to understand. So this is the acetate that is taken, CH3COONA, sodium acetate. If it is treated with a neutral ferric chloride, that is FeCl3, you are getting a product that is ferric acetate. This is a red color. CH3COO thrice Fe. This is a ferric acetate
plus 3 NaCl. And after that it is heat or boiled, then it undergoing the hydrolysis. That ferric acetate is hydrolyzed on boiling to give the basic ferric acetate, that is CH3COOFe OH twice. This is a reddish brown color that is formed here. Okay. Okay, acetate find out the next experiment. For that, a little of the substance is taken in the boiling tube and it is made solution. A solution of the mixture is prepared. Okay, little of water added, salt in that solution and it is acidified with a dilute HNO3. HNO3 add 1 or 2 drops of HNO3. It is acidified with a dilute HNO3 and after that it is neutralized with the ammonium hydroxide. Acidify neutralize and it is ammonium hydroxide. So the ammonium hydroxide is added into the solution. Normal ammonium hydroxide add and boil. The solution is boiled to expel any excess ammonia is present in that solution. So in order to expel the excess ammonia, we want to boil the solution. We boil ammonia in the fumes. Okay, fumes ammonia is losing from the solution. Okay. And solution cool. Okay, keep cool. After that, to this cooled solution, add a little of the neutral ferric chloride. This is a neutral ferric chloride. The neutral ferric chloride is added into this solution. Neutral ferric chloride add just a red color appear. And after that, boil the solution. Okay, the red color formed first, which yields to a reddish brown precipitate on boiling. Boil already a red color change a reddish brown precipitate. Okay, after boiling, we get correct reddish brown precipitate here. It shows that this red color is a red ferric acetate is first formed, which gets hydrolyzed on boiling to give a reddish brown precipitate of basic ferric acetate. So this reddish brown precipitate is the basic ferric acetate. Thus we can confirm the presence of acetate. Next we are going to find out the third anion. Third and okay. This is treating the mixture with a calcium fluoride and a concentrated sulfuric acid. We will see the first test. A little of the mixture is mixed with the calcium fluoride and it is made paste with a concentrated sulfuric acid on a watch glass. Mainly we are taking watch glass in order to prepare the paste form of this mixture. A little of the paste is taken at the end of the glass rod and shone very near a non-luminous Bunsen flame. If this experiment is conducted and you are getting the observation as a green color, green flame, then it shows the presence of borate. In that green flame, it is a volatile BF3 which imparts a green color to the flame. So, in that chemistry, we will two equations. One salted basis, a total basis. Or anion matru aitilla idana easy ennu enikku thonunnu. Okay, anyway ഞാൻ ഈ ഒരു experiment ഈ ഒരു സെറ്റ് മുതൽ ഞാൻ ഇങ്ങനെ ആണ് കാണിക്കുന്നത്. ഇനി രണ്ട് കൊടുത്തിട്ടുണ്ട് which is easy for you, you follow that. The sodium borate or any borate is taken here. And when Na2B4O7 plus calcium fluoride and it is treated with the sulfuric acid, what is forming here? The BF3 is forming here. That is the volatile BF3 is forming here. This BF3 is imparting green color to the non-luminous Bunsen flame. Or this equation can also be shown as a B4O7 2 minus plus 6 CaF2 plus sulfuric acid. You are getting the product as a BF4 4BF4 plus 6 CaSO4 plus SO4 2 minus. So, here we sodium borate and the
Na2SO4 എന്ന് കാണിക്കേണ്ട, എന്ത് കാണിച്ചാൽ മതി? SO4 2 minus plus 7H2O. I think this equation will be easy for you to catch. Next we are going to find out the presence of borate. For that, the first test is the reaction with the calcium fluoride and concentrated sulfuric acid. And normally നമ്മൾ തന്ന കോമ്പൗണ്ട് മീൻസ് ഞാനൊരു വാഷ് ഗ്ലാസ്സിൽ എടുക്കുന്നു, ഇതിനകത്തോട്ടേക്ക് ഞാൻ കുറച്ച് കാൽഷ്യം ഫ്ലൂറൈഡ് ആഡ് ചെയ്യുന്നു. ഇറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് ദ സോൾട്ട് ഈസ് മിക്സ്ഡ് വിത്ത് എ ലിറ്റിൽ ഓഫ് കാൽഷ്യം fluoride, and the mixture is mixed with or make a paste with the concentrated sulfuric acid. Okay, concentrated sulfuric acid എടുത്തു, നമ്മൾ അതിനൊന്ന് പേസ്റ്റ് ചെയ്യുന്നു. അത് ഗ്ലാസ് റോഡ് വെച്ച് നമ്മൾ നന്നായിട്ട് അതിനൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കുന്നു. ഈ ഗ്ലാസ് റോഡിന്റെ അറ്റത്ത് ഈ ഒരു പേസ്റ്റ് കുറച്ച് വരുന്ന രീതിയിൽ ഞാൻ ആ ഒരു പേസ്റ്റിനെ എടുക്കുന്നു. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എടുക്കുന്ന സമയത്ത് ഒരുപാട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എടുക്കാൻ പാടില്ല, കറക്റ്റ് ആ പേസ്റ്റ് ഫോമിൽ വരണം. എന്നിട്ട് ഞാൻ ആ ഒരു ഗ്ലാസ് റോഡിന്റെ ടിപ്പിൽ എടുത്തു. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് ഷോൺ ടു ദ ബെൻസൻ ഫ്ലെയിം. Okay, so you can see the color green flame. It is very clear here. The green flame is obtained. ഒന്നുകൂടെ കാണിക്കാം. ഗ്ലാസ് റോഡിന്റെ ടിപ്പിൽ എടുക്കുന്നു. It is shone to the flame. So the color obtained is a green flame. അത് ഒരുപാട് നേരം എക്സിസ്റ്റ് ചെയ്യില്ല, ഒരു പെട്ടെന്ന് ഫോം ചെയ്യുന്നതാണ്. That is a volatile BF3 is produced. അതുകൊണ്ട് തന്നെ നമ്മൾ വെക്കുന്ന സമയത്ത് തന്നെ ഗ്രീൻ കളർ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. So BF3 will form. That is Next important test for the borate is the ethyl borate test, which is a very important test and which give a very good result for this experiment. The experiment is a little of the mixture is mixed with the 2 drops of concentrated sulfuric acid and 4 drops of ethanol. The mixture or this solution is taken in a dry test tube and boiled, and this issuing the vapors are ignited. വേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? നോൺ ലൂമിനസ് ഫ്ലെയിമിൽ നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യണം. എങ്ങനെയാണെന്നുള്ളത് വീഡിയോയിൽ നമുക്ക് കാണാം. ഇഫ് ഇറ്റ് ഗിവ്സ് എ ഗ്രീൻ എഡ്ജ്ഡ് ഫ്ലെയിം, then it shows the presence of borate or the presence of borate is confirmed. നേരത്തെ കിട്ടിയിരുന്ന ആ ബോറേറ്റിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് എന്ത്? ഈഥൈൽ ബോറേറ്റ് ടെസ്റ്റ്. ആൻഡ് ഹിയർ ഓൾസോ the green flame is due to the presence of volatile ethyl borate formed, which imparts a green color to the flame of burning alcohol vapors. The chemistry is like this. Na2B4O7 plus H2SO4 plus water gives Na2SO4 plus H3BO3. Here in another way, H3BO3 plus 3C2H5OH give C2H5 thrice BO3 plus 3H2O. Okay. അതല്ലെങ്കിൽ നമുക്ക് ആനിയോൺ വെച്ച് മാത്രം കാണിക്കാം. B4O7 2 minus plus ഇതായിരിക്കും ഈസി. B4O7 2 minus plus this sulfuric acid is taken first, and it is you are getting the product as SO4 2 minus plus H3BO3. That H3BO3 is treating with the ethanol C2H5OH, and you are getting ethyl borate C2H5 thrice BO3 plus water. That is the presence of ethyl borate, and this ethyl borate is giving green edged flame as a result. Next is another test for borate, that is the ethyl borate test. അതിനു വേണ്ടി ഞാൻ കുറച്ച് മിക്സ്ചർ ബോയിലിംഗ് ട്യൂബിൽ എടുത്തു, അല്ലെങ്കിൽ ഡ്രൈ ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. The condition is that the boiling tube or the test tube should be dry condition. അതിനകത്തോട്ടേക്ക് ഞാൻ കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു. Sulfuric acid should be concentrate. A little of the concentrated sulfuric acid is added into the boiling tube, which is then followed with the few drops of ethanol. അതിനുശേഷം ഞാൻ അതിനകത്തോട്ട് കുറച്ച് ethanol ആഡ് ചെയ്യുന്നു. ലിറ്റിൽ എത്തനോൾ കുറച്ച് അധികം ഒഴിക്കാം, നമ്മൾ ബോയിലിംഗ് ട്യൂബ് ആയതുകൊണ്ട്. സോ എത്തനോൾ ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, ഇനി ഞാനിത് വളരെ ഇതിൻ്റെ റിസൾട്ട് വളരെ കുറച്ച് സമയത്തേ നമുക്ക് കിട്ടുകയുള്ളൂ. ഞാൻ ചെയ്യാൻ പോകുന്നത് ഐ വിൽ ബോയിൽ ദ ബോയിലിംഗ് ട്യൂബ്. ഈ ഒരു സൊല്യൂഷൻ ഒന്ന് ചൂടാവുന്ന സമയത്ത് ആ വരുന്ന ഫ്ലെയിം, ആ ഫ്ലെയിമിനെയാണ് ഞാൻ ഇഗ്നൈറ്റ് ചെയ്യേണ്ടത്. മീൻസ് നോട്ട് ഫ്ലെയിം, ദാറ്റ് വരുന്ന ആ ഒരു ഫ്യൂംസ് ഉണ്ട്, ആ ഒരു ഫ്യൂംസിന്, ആ വേപ്പറിനെയാണ് ഞാൻ ഇഗ്നൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ നോക്കുക. ഓക്കെ, it is a heated. Okay, up to boiling എത്തുന്ന സമയത്ത് ഓക്കെ ബോയിലിംഗ് ആവുന്നേ ഉള്ളൂ. ബോയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഫ്യൂംസ് വരാൻ തുടങ്ങി. ഓക്കെ, ഗ്രീൻ കളർസ് ഓപ്റ്റൈൻ. വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ചെയ്ത് നോക്കാം, ഒരു പക്ഷേ കിട്ടുന്നുണ്ടോ നോക്കാം ഇത്. ഓക്കെ, സോ ലിറ്റിൽ ബിറ്റ് അത് മാത്രമേ കാണൂ. ദാറ്റ് ഈസ് എ വോളറ്റൈൽ ഈഥൈൽ ബോറേറ്റ്.
showing a green edged flame എന്നാണ് പറയാ, or formed imparts a green color to the flame of the Bunsen. It shows the presence of borate or the borate is conformed. There's one more test for the borate, പക്ഷേ similarity ഉള്ളതുകൊണ്ട് I am not showing the video. That is action with a concentrated HCl. A little of the mixture is made paste with a concentrated HCl, and that flame test is conducted. That means the paste is shone to the non-luminous flame, and if you are getting a green flame, the presence of borate is confirmed there. So easy ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്, നേരത്തെ ചെയ്ത അതേ തന്നെ നമ്മൾ ഫ്ലെയിം ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലെയിം ടെസ്റ്റ്. The next is the fourth anion, that is oxalate. We are going to find out the presence of oxalate. ആദ്യത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഹീറ്റിംഗ് എക്സ്പെരിമെൻ്റ് ആണ്. നമ്മളിവിടെ വീഡിയോ കാണിക്കുന്നില്ല. You just go through it. A little of the mixture is heated in a dry test tube. It shows a colorless, odorless gas evolved which turns the lime water milky. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ബ്രിസ്ക് എഫർവസൻസ് ഉണ്ടാവുന്നില്ല. ഇവിടെ എന്തേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് എക്സ്പെരിമെൻറ്റിൽ ഇപ്പോൾ വീഡിയോയിൽ എനിക്ക് കാണിച്ചു തരുന്നതിലുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ട്. ദാറ്റ് ഇസ് വൈ ഐ എം നോട്ട് ഷോയിങ് ദ വീഡിയോ ഹിയർ. If the observation is like this, a colorless, odorless gas which turns lime water milky, then the presence of oxalate is there. Here the CO2 is formed by the decomposition of the oxalate, and the chemistry is given here as a calcium oxalate. If any oxalate it is C2O4. If it is heated, it forms a calcium oxide plus CO plus CO2. This is the CO2, carbon dioxide. You know, this CO2 when treated with the calcium hydroxide, it definitely forms a calcium carbonate. That is the presence of milky appearance of the lime water. Okay, next we are entering into the other experiments of oxalate, which is a very important experiment and which give a very positive result for the oxalate experiment. That is action with a dilute sulfuric acid and MnO2. MnO2 means manganese dioxide. A little of the mixture is boiled with a dilute sulfuric acid, and to that a pinch of MnO2 is added to the hot solution. And hot solution is very important. A hot solution lote nammal MnO2 add cheya. Suddenly it forms a brisk effervescence. നമുക്ക് MnO2 എന്ന് പറയുന്നത് ബ്ലാക്ക് പൗഡർ ആണ്. അതുകൊണ്ട് തന്നെ ബ്രിസ്ക് എഫർവസൻസ് നമുക്ക് നന്നായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. The brisk effervescence with the evolution of colorless, odorless gas turning lime water milky. ഇവിടെ നമ്മൾ ലൈം വാട്ടർ മിൽക്കി എന്നൊരു സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് തന്നെ നന്നായിട്ട് കിട്ടാറുണ്ട്. If it contains an oxalate, the brisk effervescence you will get as a great result there. Then what is the brisk effervescence? Here it shows a CO2 is evolved, and the oxalic acid is formed, is oxidized to CO2 by MnO2. ഇങ്ങനെയാണ് അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു കെമിസ്ട്രി എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ട് രീതിയിലും കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റേജ് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഓൺലി ഷോയിങ് ദ ആനിയോൺ, നോട്ട് ഷോയിങ് ദ കംപ്ലീറ്റ് സോൾട്ട്. If it contains an oxalate anion C2O4 first it is treated with a sulfuric acid. We know that. Then it forms an oxalic acid. That is H2C2O4. That is the oxalic acid is formed. So this oxalic acid as when treated with the MnO2. The second step നമ്മൾ എന്താ ചെയ്യുന്നത്, MnO2 ആഡ് ചെയ്യുന്നു. Then sulfuric acid is also there. It forms the carbon dioxide. MnO2 അതുപോലെ തന്നെ അവിടെ കിടക്കും. MnO2 ബ്ലാക്ക് കളർ MnO2 ഒരു ചേഞ്ച് വരുന്നില്ല. But it converts or oxidized to CO2. So this oxalic acid formed is oxidized to CO2 in the presence of MnO2. MnO2 ന്റെ action എന്താണ് ഇവിടെ? It converting the oxalic acid into or oxidized to form to CO2. So the CO2 is a brisk effervescence shown here. നമ്മളിവിടെ ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോ കാണിക്കുന്ന സമയത്ത് നമ്മൾ ലൈം വാട്ടർ മിൽക്കി എന്നുള്ളത് കാണിക്കുന്നില്ല. നമുക്ക് എങ്ങനെയാണ് ആ ഒരു brisk effervescence ഫോം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. So just have a look. Next we are explaining the test for another anion, that is oxalate. Okay. The test is action with a dilute sulfuric acid and MnO2. A little of some mixture or a little of the substance ഞാൻ boiling tube നകത്ത് എടുത്തു, and to that add the dilute sulfuric acid. കുറച്ച് dilute sulfuric acid add ചെയ്യാം. എന്നിട്ട് ഞാൻ അതിനെ എന്ത് ചെയ്യുന്നു, boil ചെയ്യും. That is boiled. A little of the mixture is boiled with a dilute sulfuric acid. Boil ചെയ്യുന്ന സമയത്ത് to that boiling solution or to that hot solution
a pinch of MnO2, that is the manganese oxide is added. അത് നമുക്ക് കാണാം, നമ്മളിവിടെ ബോയിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ MnO2 എടുത്ത് നമ്മൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. To that boiling solution, അല്ലെങ്കിൽ ഹോട്ടർ കണ്ടീഷൻ ആയിരുന്നാലും മതി, വളരെ കുറച്ച് അല്ലെങ്കിൽ കുറച്ച് MnO2 നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനകത്തോട്ടേക്ക് ആഡ് ചെയ്യുന്നു. നമ്മൾക്ക് കിട്ടേണ്ട റിസൾട്ട് എന്ന് പറയുന്നത്, ഓക്കെ, നൗ ഇറ്റ്സ് എ ടൈം ടു ദാറ്റ് സൊല്യൂഷൻ. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും അത് എന്ത് വന്നു, ബ്രിസ്ക് എഫർവസൻസ് അല്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. നമ്മൾ അടുത്തോട്ട് സൂം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ എഫർവസൻസ് കണ്ടില്ല, നമുക്ക് പൊങ്ങി വരുന്നുണ്ട്. നമ്മുടെ സൊല്യൂഷൻ കുറവായിരുന്നു, എ ലിറ്റിൽ ഓഫ് MnO2 ആയിരുന്നു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. So this brisk effervescence is the evolution of CO2 with the evolution of colorless odorless gas that turning the lime water milky. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നില്ല. Now the reaction is slowed down and it shows the presence of oxalate. Next is a very important test by considering the inorganic mixture analysis. Action with the concentrated sulfuric acid. ഇതിനകത്ത് ഒരു ആനിയോൺ മാത്രമല്ല, നമുക്ക് അറൗണ്ട് ഒരുപാട് ആനിയോൺസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇറ്റ് മീൻസ് ദിസ് എക്സ്പെരിമെൻറ്റ് ഷോസ് എ പോസിറ്റീവ് റിസൾട്ട് ഫോർ ദ ഫ്ലൂറിൻ ആൻഡ് ഇറ്റ് ഗിവ് അനദർ പോസിറ്റീവ് റിസൾട്ട് ഫോർ ദ ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ആൻഡ് ദ നൈട്രേറ്റ്. ഇങ്ങനെ 5 ആനിയോൺസിനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ എക്സ്പെരിമെൻ്റ് ആണ് എന്ത്, ആക്ഷൻ വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഇപ്പോൾ സെയിം എക്സ്പെരിമെൻറ്റിൽ ഡിഫറെൻറ്റ് ഒബ്സർവേഷൻസ് കാണും. ഒന്നുകൂടെ പറയാം, വിൽ റിപ്പീറ്റ് ദിസ്. ഫോർ ദ സെയിം എക്സ്പെരിമെൻറ്റ് there will be a number of different observations. The particular observation is getted for a particular anion. ഇവിടെ എക്സ്പെരിമെൻറ്റ് കാണിച്ചു. എക്സ്പെരിമെൻറ്റ് വളരെ സിമ്പിളാണ്. എ ലിറ്റിൽ ഓഫ് ദ മിക്സ്ചർ ഇസ് വാംഡ് വിത്ത് 2 ഡ്രോപ്പ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഇൻ എ മൈക്രോ ടെസ്റ്റ് ട്യൂബ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് ഒബ്സർവേഷൻസ് കിട്ടും. ഫസ്റ്റ് ഒബ്സർവേഷനാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് 1. ഇതിൽ എല്ലാ ഒബ്സർവേഷൻസും നമുക്ക് കിട്ടില്ല, ഇതിൽ ഏതെങ്കിലും 1-2 ഒബ്സർവേഷൻസ് നമുക്ക് മാക്സിമം കിട്ടും. അപ്പോൾ ആദ്യത്തെ ഒരു ഒബ്സർവേഷൻ ഇങ്ങനെയാണെങ്കിൽ എന്ന് വെച്ചാൽ എ കളർലെസ് ഓഫ് ഫ്യൂമിംഗ് ഗ്യാസ് വിച്ച് ഗിവ്സ് എ വൈറ്റ് ഡെപ്പോസിറ്റ് ഓൺ എ മോയ്സ്റ്റ് ഗ്ലാസ് റോഡ് ആൻഡ് ദ ടെസ്റ്റ് ട്യൂബ് അപ്പിയേഴ്സ് ഓയിലി. ഈ ഒരു ഒബ്സർവേഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് ഫ്ലൂറൈഡ്. It shows the presence of fluoride. Then what is the chemistry behind that? The chemistry is HF is evolved which attacks glass to yield a gaseous SiO4. This reaction with the glass has the effect of making the sides of the test tube appear oily. നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. എന്താണ് ഓയിലി അപ്പിയറൻസ് എന്ന് പറഞ്ഞു. എന്താണ് ഓയിലി അപ്പിയറൻസിനുള്ള കാരണം? That means the reaction with the glass has the effect of making the sides of the test tube appear oily. ഇവിടെ ഫോം ചെയ്തിട്ടുള്ള gaseous SiO4 oily appearanceന് കാരണമാകും when it is reacted with the glass. So the contents do not wet. കറക്റ്റ് ആയിട്ട് ഇതിനെ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ആ ഒരു അതിൻ്റെ അകത്തുള്ള സൊല്യൂഷൻ ആ ഒരു ടെസ്റ്റ് ട്യൂബിന് മുകളിൽ വെറ്റ് ചെയ്യാതെ കിടക്കുന്നത് കാണാൻ പറ്റും. Then it is shaken gently. What is forming here? The SiO4 undergoes hydrolysis to yield a white deposit of silicic acid. നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, ഒരു ഗ്ലാസ് റോഡിൻ്റെ മുകളിൽ വൈറ്റ് ഡെപ്പോസിറ്റ് കാണിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് the SiO4 are undergoing hydrolysis to yield the silicic acid. If this observation is obtained, then we can imagine there's a presence of fluoride. So chemistry is given here. First of all, the fluoride anion, fluoride when treated with the sulfuric acid and it is heated, it forms SO4 2 minus plus 2HF. So this is the very important thing, HF. This HF when treated with the glass SiO3 2 minus, it forms SiO4. എന്നോട് പറഞ്ഞു അല്ലേ, എന്താണ് this HF we want this attract to yield glass SiO3 2 minus react ചെയ്യുന്നു. എന്ത് ഫോം ചെയ്യുന്നു? It forms a gaseous SiO4. SiO4 എന്ന് പറയുന്നത് gaseous state ആണ്. Other product is 2F minus plus 3H2O plus SO4. Then this reaction, glassomitory reaction, this reaction with the glass has the effect of making the sides of the test tube oily. ഈ ഒരു റിയാക്ഷൻ ആണ് oily appearance കാണിക്കുന്നത്. Okay, then again the SiO4 plus water, you are getting H2SiF6 plus H4SiO4. That is a white deposit of, that is the SiO4 undergoing hydrolysis here. The SiO4 undergoing hydrolysis to yield a white deposit of silicic acid.
Here the silicic acid is H4SiO4. Then in the silicic acid which forms a white deposit. The test in order to find out the fluoride, the presence of fluoride. So a little of mixture and a dry boiling tube. To that a little of the concentrated sulfuric acid is added. The reaction with the concentrated sulfuric acid, if we are taking a compound which is consisting of a fluoride, then we can go through what all are the observations. Okay, it is then heat warmed. It is then warmed. The warm ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കളർലെസ് ഫ്യൂമിംഗ് ഗ്യാസ് ഒബ്റ്റെയിൻ ചെയ്യും. ആ ഗ്യാസിലോട്ട് നമ്മൾ ഒരു ഗ്ലാസ് റോഡ് വാട്ടറിൽ കാണുന്നുണ്ട്, ഒരു ഗ്യാസ് വരുന്നുണ്ട്, കളർലെസ് ഫ്യൂമിംഗ് ഗ്യാസ് വരുന്നു. ഈ ഒരു ഗ്യാസ് വരുന്ന സമയത്ത്, ഇവോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഗ്ലാസ് റോഡ് വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു ഫ്യൂംസിന്റെ മുകളിലോട്ട് മീൻസ് വരുന്നിടത്തേക്ക് കാണിക്കാം. ഓക്കെ, വേണമെങ്കിൽ നമുക്കൊന്ന് ഇറക്കി ആ ഒരു ഗ്ലാസ് റോഡിനൊന്ന് ഇറക്കി വെച്ചിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ബോയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഫ്യൂംസിൽ ഒന്നും കൂടെ കാണിക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസ് റോഡിന്റെ മുകളിൽ ഒരു വൈറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, നൗ ഇറ്റ് ഈസ് ക്ലിയർലി സീൻ. ഒരു ഗ്ലാസ് റോഡിന്റെ മുകളിൽ വൈറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് ഫ്ലൂറൈഡ്. മോർ ദാൻ ദാറ്റ്, ഇതിനകത്തൊരു ഓയിലി അപ്പിയറൻസും കൂടെ ഉണ്ടാവും. ഈ ഒരു ബോയിലിംഗ് ട്യൂബിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ബോയിലിംഗ് ട്യൂബിൽ ഞാനത് നമുക്കിന്ന് സൂം ചെയ്യുന്നു. ഓക്കെ, ഇനിവേ ഞാൻ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഓയിലി അപ്പിയറൻസ് ഉണ്ടാവും. ആ ഒരു സൊല്യൂഷൻ മീൻസ് ആ ഒരു സൊല്യൂഷൻ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ഇരിക്കും. ഇങ്ങനെ നമ്മൾ ഫ്ലൂറൈഡ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടു. അത് ഫസ്റ്റ് ഒബ്സർവേഷൻ ആണെങ്കിൽ ഇതേ ടെസ്റ്റിൽ തന്നെ അങ്ങനെ ഒരു ഒബ്സർവേഷൻ അല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് സെക്കൻഡ് ഒബ്സർവേഷൻ ആണെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇഫ് എ കളർലെസ് ഗ്യാസ് വിത്ത് എ പഞ്ചന്റ് സ്മെൽ ഇസ് ഫോംഡ് which fumes in moist air and gives white dense fumes when a glass rod dipped in ammonium hydroxide as shown to it. നമ്മൾ ആദ്യം നോക്കിയ സമയത്ത് ഒരു ഗ്ലാസ് റോഡ് ഡിപ്പ് ചെയ്ത് നേരത്തെ ആ ഒരു എക്സ്പെരിമെൻറ്റ് കിട്ടിയില്ല, അങ്ങനെ എല്ലാം കിട്ടിയിട്ടില്ല. അപ്പം ജസ്റ്റ് നമ്മൾ അടുത്ത് തന്നെ നമ്മൾ റെഡി ആയിട്ടിരിക്കണം. ഇതിന് വേണ്ടിയിട്ട് അമോണിയം ഹൈഡ്രോക്സൈഡ് ഡിപ്പ് ചെയ്തിട്ടുള്ള ഒരു ഗ്ലാസ് റോഡ് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കാണിക്കുക. അപ്പോൾ നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കണം. ഏത് ആനയോണാണ് ഇവിടെ പോസിറ്റീവ് റിസൾട്ട് കാണിക്കുക എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് സെയിം ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒറ്റ തവണ തന്നെ നമ്മൾ ആദ്യം വാട്ടർ വെച്ച് ഡിപ്പ് ചെയ്ത് നോക്കിയപ്പോൾ ഫ്ലൂറൈഡ് അല്ല, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഏതിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് നോക്കണം, അമോണിയം ഹൈഡ്രോക്സൈഡിൽ ഡിപ്പ് ചെയ്തിട്ട് നോക്കണം. If this is an observation, then the gas evolved as HCl, which reacts with ammonia to yield the dense white fumes of ammonium chloride, and it shows the presence of chloride. And the chemistry is like this. If the anion chloride is present there, when it treated with a sulfuric acid, it forms HSO4 and HCl. HCl is formed here. നമുക്കറിയാം HCl ബോട്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ബോട്ടിൽ ഓപ്പൺ ചെയ്ത് അടുത്ത അമോണിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ 1:1 അമോണിയം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഫോംസ് ഫ്യൂംസ് ഇൻ ദ ലാബ് ഇൻസൈഡ്. ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇഫ് എൻ ഗ്ലാസ് റോഡ് ഡിപ്ഡ് ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ്, ഇറ്റ് ഇസ് ഷോൺ ടു ദ boiling tube. The ammonia or the HCl gas reacted with ammonia to form ammonium chloride, which gives the white dense fumes. Okay, I will show you how the ammonium chloride fumes are produced. Next we are going to find out another anion, that is the presence of chloride. നേരത്തെ പറഞ്ഞ അതേ ടെസ്റ്റ് തന്നെയാണ്. ഡ്രൈ ബോയിലിംഗ് ട്യൂബിലോട്ട് ഞാൻ കുറച്ച് സോൾട്ട് എടുത്തു, മിക്സ്ചർ എടുത്തു. ആ മിക്സ്ചറിനകത്ത് ഞാൻ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു, ആൻഡ് ഇറ്റ് ഇസ് ഹീറ്റഡ് ഓർ ബോയിൽഡ്. ബോയിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ഗ്ലാസ് റോഡ് അമോണിയം ഹൈഡ്രോക്സൈഡിൽ ഡിപ്പ് ചെയ്ത ഗ്ലാസ് റോഡിനെ ഞാൻ ഈ ഒരു ഫ്ലെയിംസ് മീൻസ് ഈ ഒരു ഫ്യൂംസിൽ കാണിക്കുമ്പോൾ എനിക്ക് വൈറ്റ് ഡെൻസ് ഫ്യൂംസ് കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് ക്ലോറൈഡ്. Okay, now it is boiled. Okay, ammonium hydroxide dip ചെയ്ത ഒരു ഗ്ലാസ് റോഡ് ഞാൻ ഈ ഒരു okay, now the fumes are very clear for you.
ഓക്കെ, അമോണിയം ഹൈഡ്രോക്സൈഡ് ഡിപ്പ് ചെയ്ത് ഗ്ലാസ് റോഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒന്നുകൂടെ കാണിക്കാം. ആ ഒരു ഫ്ലെയിംസ് മാറിപ്പോകരുത്, കാരണം ഈ അമോണിയം ഹൈഡ്രോക്സൈഡ് ആകുന്ന സമയത്താണ് ഫ്യൂംസ് മീൻസ് വളരെ dense white fumes appear with a pungent smell which fumes in a moist air and gives a white dense fumes when a glass rod dipped in ammonium hydroxide. It shows the presence of chloride. So we already discussed that observation for the fluoride and chloride. The next is a bromide. Bromide നമുക്ക് എക്സാമിന് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് നമുക്ക് ചോദിക്കാറില്ല. So I'm not showing the video here, just only explain what the observation is formed here and what is the chemistry behind that result. If the same experiment is conducted and observation is a reddish brown gas is produced and the solution turns red, it shows the presence of bromide. Basically bromide is a little bit poisonous, that is why it is not given to the students. Okay, a reddish brown gas with the and solution turns red, the bromine is produced here and it shows the presence of bromide. So you can see the Br minus plus chemistry is like this, Br minus plus sulfuric acid you are getting, HSO4 minus plus HCl. Here not HCl, it is a HBr, so sorry, here it is HBr, it is a Br here, sorry, clear it here. Okay. So this is Br and this HBr is treated with a sulfuric acid and it forms in water plus SO2 plus Br2. So this is a bromine that is produced here. It shows the presence of bromide. So next observation is the anion iodine. Okay, if the observation is like this, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് a violet gas which condenses to a black solid on the cooler sides of the microtest tube. നമ്മൾ വയലറ്റ് ഗ്യാസ് ഫോം ചെയ്യുന്നു, എന്നിട്ട് അത് ഒരു ഗ്ലാസ് ട്യൂബിൻ്റെ മുകൾ ഭാഗത്തോട്ട് എത്തുന്ന സമയത്ത്, അതായത് ബേസിക്കലി ബോട്ടം സൈഡിൽ എന്തായിരിക്കാം, ഹോട്ട് കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ കൂളർ സൈഡ്സിൽ മുകൾ ഭാഗത്ത് ഒരു ബ്ലാക്ക് സോളിഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് അയോഡിൻ, ദാറ്റ് ഈസ് അയോഡിൻ ഇസ് പ്രൊഡ്യൂസ്ഡ് ദർ. ആൻഡ് ദ കെമിസ്ട്രി ഇസ് ലൈക്ക് ദിസ്, I minus plus sulfuric acid you are getting HSO4 plus HI. Here that HI is treated with reacted with the sulfuric acid to forming water plus SO2 plus I2. It shows the presence of iodine. And next observation, നമ്മൾ ഫിഫ്ത്ത് ഒബ്സർവേഷനിലോട്ട് എത്തിയിട്ടോ. അതിനകത്ത് രണ്ടെണ്ണം നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് we just leave that, not showing the video. And the fifth chance is that reddish brown gas on strong heating. ഇവിടെ നമ്മൾ രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. നോർമലി നൈട്രേറ്റിൻ്റെ പ്രസൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. That means if the substance is taken in a dry test tube and added sulfuric acid into it, it is heated. നന്നായിട്ട് ഹീറ്റ് ചെയ്യുന്ന സ്ട്രോങ് ഹീറ്റിംഗ്. ഒരു ചെറിയ ഹീറ്റിങ്ങിൽ നമുക്ക് നേരത്തെ പറഞ്ഞ 4 ഒബ്സർവേഷൻസും കിട്ടിയിട്ടില്ല. അപ്പം നമ്മളിതിന് സ്ട്രോങ് ഹീറ്റ് ചെയ്യണം. സ്ട്രോങ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെഡിഷ് ബ്രൗൺ ഗ്യാസ് ഒബ്റ്റെയിൻ ചെയ്യുന്നു. ചില സമയങ്ങളിൽ എന്ത് കിട്ടാറില്ല, ഈ ഒരു റെഡിഷ് ബ്രൗൺ ഗ്യാസ് കറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ what we will do, we will take a small paper ball. ചെറിയ പേപ്പറിനെ നമ്മൾ ചെറിയൊരു ബോളാക്കിയിട്ട് നമ്മൾ ആ ഒരു ബോയിലിംഗ് ട്യൂബിലത്തേക്ക് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക. If you do so, then you will get the good result. That is a dark reddish brown gas will produced. So that is written here. The reddish brown NO2 is produced, which shows the presence of nitrates anion. And the chemistry is given here. If NO3 is there, NO3 minus is there and treated with the sulfuric acid, definitely it gives HSO4 minus plus HNO3. It is a nitric acid. The nitric acid then changes into H2O plus 4NO2 plus CO2. So this is NO2 is showing the reddish brown color. That is a reddish brown gas. I will show you how it is formed. Next we are going to find out the presence of the nitrate anion. സെയിം എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഡ്രൈ ബോയിലിംഗ് ട്യൂബിൽ നമ്മൾ നമ്മുടെ സോൾട്ട് എടുത്തു. ടു ദാറ്റ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഇസ് ആഡഡ്. ഈ ഡ്രൈ കണ്ടീഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ടു ദാറ്റ് ഡ്രൈ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലൂറൈഡിനായിരുന്നെങ്കിൽ ഒരു മോയ്സ്റ്റ് അപ്പിയറൻസ് ഗ്ലാസ് റോഡിൽ ഉണ്ടായിരുന്നു. ക്ലോറൈഡ് ആയിരുന്നെങ്കിൽ ഒരു വൈറ്റ് ഡെൻസ് ഫ്യൂംസ് ഫോം ചെയ്തേനെ ഗ്ലാസ് റോഡ് ഇസ് ഡിപ്ഡ് ഇൻ അമോണിയം ക്ലോറൈഡ്. ബട്ട് ഹിയർ no such result is obtained. So
there is a possibility of the presence of nitrate. Nitrate ആണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രൗണിഷ് ഗ്യാസ്, നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ആ ഒരു ബോയിലിംഗ് ട്യൂബിന്റെ സൈഡിൽ നമുക്കൊരു ബ്രൗൺ ഗ്യാസ് നമുക്ക് കാണാൻ പറ്റും. അത് ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ ഇവിടെ കിട്ടുന്നുണ്ട്, പക്ഷെ ഇതൊന്നുകൂടെ കൺഫേം ചെയ്യാൻ നമ്മളൊരു ചെറിയ ഒരു പേപ്പർ ബോൾ നമ്മൾ അതിനകത്തോട്ടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, പേപ്പർ ബോൾ, ചെറിയൊരു പേപ്പർ ബോൾ ഞാൻ അതിനകത്തേക്ക് ഇട്ടു. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. എ ബ്രൗൺ ഗ്യാസ് ഇസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, വളരെ ഫ്യൂംസ്, മുകളിലോട്ട് പോകുന്ന ഫ്യൂംസിനും കളറുണ്ട്. ദാറ്റ് ഈസ് എ ബ്രൗൺ ഗ്യാസ്. ഓക്കെ, നമ്മൾ പേപ്പർ പീസ് ഒന്നുകൂടെ കൂടുതലാണെങ്കിൽ അതെന്തായിരിക്കും, വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. Okay, so it shows the presence of nitrate. So that test is over there. Then we are entering into the next test, that is a chromyl chloride test. Very important ആയിട്ടുള്ള test ആണ് ക്ലോറൈഡിന്റെ കൺഫോർമേറ്ററി ടെസ്റ്റ്. മോർ ദാൻ ദാറ്റ് അതിന് കെമിസ്ട്രി റിപ്പീറ്റഡ് ആയിട്ട് എക്സാംസിന് ചോദിക്കുന്നതാണ്. വാട്ട് ഇസ് ക്രോമൈൽ ക്ലോറൈഡ് ടെസ്റ്റ്? ടെസ്റ്റിനെ 3 സെക്ഷൻ ആക്കിയിട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. The first section you are getting a result, the second section you are getting another observation, and the third section you are getting the last observation. Then only we will confirm the presence of chloride there. So each step has its own chemistry, and that is given here. The test is like this: a little of the substance is mixed with the potassium dichromate crystals in a micro test tube or in a volume tube or what you have taken, then warmed with a few drops of concentrated sulfuric acid. If you are getting a greenish brown gas observe ചെയ്യുന്നുവെങ്കിൽ it shows the presence of chromyl chloride vapors produced, and that vapor is given as CrO2Cl2. And the chemistry is like this: when it is treated with the dichromate, if it is the salt that is given here is the sodium chloride, or in the presence of chloride anion, it also treated with the sulfuric acid, you are getting 2KHSO4 plus 4NaHSO4 plus 3H2O plus 2CrO2Cl2. Then നമുക്ക് ആവശ്യമുള്ള ഇതെന്താണ്, ക്രോമൈൽ ക്ലോറൈഡ് വേപ്പേഴ്സ് 2CrO2Cl2 having a greenish brown gas. If a greenish brown gas is obtained, then we want to go to the second step. The above chromyl chloride vapors is passed through a water containing some NaOH taken in a test tube. ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ then you are getting another observation, that is a yellow solution. നേരത്തെ കിട്ടിയ ക്രോമൈൽ ക്ലോറൈഡ് വേപ്പേഴ്സിനെ ഞാൻ പാസ് ചെയ്യിച്ചു വാട്ടർ കണ്ടെയ്നിങ് NaOHലാണെങ്കിൽ you will getting the observation as a yellow solution is obtained. This is due to the formation of sodium chromate. That yellow colored solution is due to the presence of sodium chromate. That is the second observation in this chromyl chloride test. And the chemistry behind it is CrO2Cl2 plus 4NaOH. You are getting Na2CrO4 plus 2NaCl plus 2H2, that is a sodium chromate. Then we are entering into the final step of the chromyl chloride test. To that above yellow solution, it is acidified with acetic acid and it is treated with a lead acetate solution. If you do this experiment or if you go through this procedure, definitely you will get a yellow precipitate. Then that yellow solution changes into a yellow precipitate, and that precipitate is a lead chromate. And the chemistry is given here. The already formed sodium chromate, that is Na2CrO4 plus lead acetate, that is CH3COO twice Pb, lead acetate. You will get a yellow precipitate of lead chromate. This is PbCrO4 plus 2CH3COONa. So this is a final result of this test, chromyl chloride test, which is a very important test. It is a confirmatory test for the chloride, and it shows the presence of chloride, or may not the presence, it confirmed the presence of chloride. Okay, anyway, I will show you the video. You just go through it. It is a very important test. Next is a very important test to find out the anion chloride. That is a chromyl chloride test. 3 സെറ്റ് ആയിട്ടാണ് chromyl chloride test ഉള്ളത്. And the first set ആണ് നമ്മൾ പറയുന്നത്, a little of the substance is taken in a test tube and to that a little of potassium dichromate crystal is added. കുറച്ച് dichromate crystals add ചെയ്യുന്നു. Okay. Dichromate crystal is added, and to that a little of
concentrated sulfuric acid is taken. നമ്മളൊന്നോ രണ്ടോ സൾഫ്യൂരിക് മീൻസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ആഡ് ചെയ്യുന്നു. And after that it is warmed. And after that the test tube is warmed. Warm ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഗ്രീനിഷ് ബ്രൗൺ ഗ്യാസ് ഇവോൾവ് ചെയ്യും. അപ്പോൾ ഗ്യാസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്യാസ് കളക്ട് ചെയ്യാൻ ഈസി ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബോയിലിംഗ് ട്യൂബ് നമ്മൾ എടുക്കുന്നു. നമുക്ക് ഈ ഗ്യാസിന് അതിനകത്തോട്ട് നമുക്ക് കളക്ട് ചെയ്യാം. കളക്ടിങ് ദിസ് ഗ്രീനിഷ് ബ്രൗൺ ഗ്യാസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പറയുന്നത് ക്രോമൈൽ ക്ലോറൈഡ് വേപ്പേഴ്സ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. CrO2 Cl2 വേപ്പേഴ്സ്. This vapors is produced and this chromyl chloride vapors is collected into another boiling tube or collected into another test tube. Okay, and to that gas, ഈ ഒരു ഗ്യാസിലോട്ടേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുക, പെട്ടെന്ന് തന്നെ NaOH solution to that NaOH is added. To that chromyl chloride vapors produced, and to add a little of NaOH solution. NaOH solution add ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, a yellow solution. This is actually due to the formation of a sodium chromate. Sodium chromate ആണ് ഈ ഒരു yellow solution ആയിട്ട് നമുക്ക് കിട്ടുന്നത്. That is the second step of this test, that is the chromyl chloride test. And now we are entering into the third part of this experiment. To this yellow solution, it is acidified with the acetic acid. To this yellow solution, a little of acetic acid is added. So acetic acid നമ്മൾ add ചെയ്തു. And after that, a little of lead acetate solution is added. Little of lead acetate solution is added. Okay, lead acetate solution ഞാൻ add ചെയ്യുന്നു. Add ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഒരു yellow precipitate form ചെയ്യുന്നു. And this precipitate is a നെക്സ്റ്റ് ഇസ് എ ടെസ്റ്റ് ഫോർ നൈട്രേറ്റ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു നേരത്തെ. അതേ എക്സ്പെരിമെൻറ്റ് തന്നെയാണ്, അതിന് കൺഫോർമേറ്ററി ടെസ്റ്റ് ആയിട്ടാണ്. നേരത്തെ നമ്മൾ ഒരു പേപ്പർ ബോൾ ഇടുന്ന കാര്യം പറഞ്ഞു അല്ലേ. ഇവിടെ നമ്മൾ ആക്ച്വലി ആ എക്സ്പെരിമെൻറ്റ് നമ്മൾ പേപ്പർ ബോൾ ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ പേപ്പർ ബോൾ കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൺഫേം ചെയ്തു. ആ ഒരു എക്സ്പെരിമെൻറ്റിനെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ ഇവിടെ. Action with the concentrated sulfuric acid. A little of the mixture is heated with a few drops of concentrated sulfuric acid in a dry test tube, and small paper ball is added to the mixture. Already നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ കൺഫേം ചെയ്യാം. കുറച്ച് വലിയ പേപ്പർ ബോൾ ഇട്ട് കൊടുക്കുക. ഡെഫിനറ്റ്ലി റെഡിഷ് ബ്രൗൺ ഗ്യാസ് ഇസ് ഇവോൾവ്ഡ് ഇൻ പ്ലെൻറ്റി. കുറച്ച് വലിയ പേപ്പർ ബോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് NO2 ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. And how it is producing? The HNO3 formed first is quickly decomposed by carbon, that is carbon in the paper ball, to yield a reddish brown NO2, that is nitrogen dioxide, which shows the presence of nitrate. And the chemistry is given here. The NO3 minus plus sulfuric acid, we are getting then HNO3 with the HSO4 minus. And this HNO3 nitric acid treated with the carbon in the paper, we are getting then 2H2O plus 4NO2 plus O2. നമ്മൾ പേപ്പർ ബോളിൽ കാർബൺ എന്നുള്ള കണ്ടന്റ് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ you will get a very good result for this experiment, that is test for the nitrate. ഇനി ഇതിൽ തന്നെ കൺഫോർമേറ്ററി ആക്കാൻ വേണ്ടി നമുക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ടെസ്റ്റ് ഉണ്ട്. വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. ഞാൻ ടെസ്റ്റ് ഇവിടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. About 1 ml of the mixture solution is mixed with a 2 ml of freshly prepared ferrous sulfate. ഞാൻ ഫ്രഷ്ലി ഒരു ഫെറസ് സൾഫേറ്റ് ഫ്രഷ്ലി പ്രിപ്പയർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ സോൾട്ട് എടുത്ത് ഞാൻ സൊല്യൂഷൻ ഉണ്ടാക്കി. ആ സൊല്യൂഷനിലോട്ടേക്ക് ഞാൻ എന്ത് ആഡ് ചെയ്യുന്നു, 1 ml നമ്മളുടെ മിക്സ്ചറിൻ്റെ സൊല്യൂഷൻ, നോട്ട് ദ മിക്സ്ചർ. ഓക്കെ, യു ഷുഡ് കെയർഫുൾ. 1 ml of the mixture solution is mixed with about 2 ml of freshly prepared FeSO4. Then after that നമ്മൾ ഒരു ബോയിലിംഗ് ട്യൂബിലാണെങ്കിൽ ബോയിലിംഗ് ട്യൂബ്, അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിലാണെങ്കിൽ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ആഡ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ ഇതിനെ ഒരു സ്ലാൻഡിങ് പൊസിഷനിൽ വെക്കാം, അല്ലെങ്കിൽ ചെരിച്ച് വെക്കാം. അതല്ലെങ്കിൽ ഒരു ബീക്കറിൽ നമ്മൾ ചിരിച്ച് വെക്കാം. ചിരിച്ച് വെച്ചതിന് ശേഷം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഇസ് ആഡഡ് കെയർഫുള്ളി അലോങ് ദ സൈഡ്സ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് വിത്തൗട്ട് ഷേക്കിംഗ്.
It's so that the acid forms a lower layer. നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഡ്രോപ്പറിൽ എടുക്കുക. ഡ്രോപ്പറിൽ എടുത്തിട്ട് സ്ലാൻഡിങ് പൊസിഷനിൽ വെച്ചിട്ടുള്ള നമ്മളുടെ ഈ ഒരു ടെസ്റ്റ് ട്യൂബിനകത്തോട്ടേക്കോ അല്ലെങ്കിൽ ബോയിലിംഗ് ട്യൂബിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്ലാൻഡിങ് പൊസിഷനിൽ വളരെ കെയർഫുള്ളായിട്ട് ആഡ് ചെയ്യും. If we add it like this, what will form? A brown ring at the junction of the two liquid layers will formed. And that ring is a brown ring, that is a nitrosoferrous sulfate. It is the formation of the brown nitrosoferrous sulfate, that is FeSO4NO, which shows the presence of nitrate, or the presence of nitrate is confirmed there. The chemistry is like this. NO3 minus nitrate, when treated with sulfuric acid, you are getting the HNO3. This HNO3 is treating with the freshly prepared ferrous sulfate, 6FeSO4 plus H2SO4 plus HNO3. You are getting 3F2SO4 thrice plus water plus 2NO. And this FeSO4 with NO, the FeSO means freshly prepared ferrous sulfate solution, is treated with this NO to forming nitrosoferrous sulfate, that is FeSO4NO. That is the major result or major chemistry behind this brown ring test. I will show you the brown ring here. So this is the brown ring that is formed here. Now the slanting position le vechittu njan adine just onnu nere vechadana, like slanting position il thanne vechal ninge kaanan pattum. This is the nitrosoferrous sulfate. This is the brown ring. വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം, ഇത് നമ്മൾ ഷെയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബ്രൗൺ റിങ് എന്ത് ചെയ്യും, ഷെയ്ക്ക് ആയി പോകും. അപ്പോൾ നമുക്ക് കറക്റ്റ് റിങ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. ദാറ്റ് ഈസ് ദ പ്രോബ്ലം ഹിയർ. എനിവേ ഇറ്റ് ഷോസ് എ ഗുഡ് റിസൾട്ട്. നെക്സ്റ്റ് ഇസ് ദ ലാസ്റ്റ് ടെസ്റ്റ് ഫോർ ദ ആനിയോൺ മോളിബ്ഡേറ്റ്. നമുക്ക് നോട്ട് ഫോർ ഫോസ്ഫേറ്റിലുള്ള ടെസ്റ്റാണ് അമോണിയം മോളിബ്ഡേറ്റ് ടെസ്റ്റ്. ബേസിക്കലി നമുക്ക് യൂണിവേഴ്സിറ്റി നമുക്ക് ഫോസ്ഫേറ്റ് തരാറില്ല. എനിവേ ദ ടെസ്റ്റ് നമ്മൾ പഠിക്കണം. Ammonium molybdate test. A little of the substance is mixed with a little concentrated HNO3 and heated till the evolution of brown gas. It is then added to about 2 ml of ammonium molybdate solution taken in another test tube as shaken well for 5 minutes. Okay, so this is the test. A little of the substance is mixed with a little of concentrated HNO3 and heated till the evolution of brown gas. In the സമയത്ത് ബ്രൗൺ ഗ്യാസ് അല്ലേ നമുക്ക് നന്നായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇറ്റ് ഈസ് ആൻ ആഡഡ് അബൌട്ട് 2 ml ഓഫ് അമോണിയം മോളിബ്ഡേറ്റ് സൊല്യൂഷൻ ടേക്കിൻ അനദർ ടെസ്റ്റ് ട്യൂബ്. ചില സമയങ്ങളിൽ നമ്മൾ അനദർ ടെസ്റ്റ് ട്യൂബിലോട്ട് ആഡ് ചെയ്യും. അതല്ലെങ്കിൽ ആ സെയിം ടെസ്റ്റ് ട്യൂബിനകത്തോട്ട് തന്നെ നമ്മൾ എക്സസ് അമോണിയം മോളിബ്ഡേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്താൽ മതി. ദെൻ ഇറ്റ് ഈസ് ഷേക്കൺ വെൽ ഫോർ 5 minutes. ചില സമയത്ത് പെട്ടെന്ന് തന്നെ റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യും. ചില സമയത്ത് നമ്മളൊരു 1 to 2 minutes മാക്സിമം അപ് ടു 5 minutes വരെ ഒന്ന് ഷേക്ക് ചെയ്യേണ്ടി വരും. If the observation is like this, a canary yellow precipitate in the cold condition, not in the hotter condition, that is the presence of ammonium phosphomolybdate, that is NH4 thrice PMO3 O10 4 times, that is the presence of phosphate is confirmed, or the presence of phosphate is it is the ammonium phosphomolybdate. This is the experiment, that is PO4 3- when treated with the concentrated HNO3. And after that an excess ammonium molybdate is added, then yellow precipitate is formed, and this yellow precipitate has the condition that this precipitate will dissolve in ammonia. Okay, here I will show you the procedure. I take a small quantity of the salt in a test tube and it is taken, and to that add a little of the concentrated nitric acid using a dropper. Concentrated ആയതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ഡ്രോപ്പർ യൂസ് ചെയ്യുന്നു. ദിസ് ആഡഡ് ആൻഡ് ബോയിൽ ദ കണ്ടൻസ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. ഞാൻ 2 രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ബോയിൽ ദ കണ്ടൻസ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് ഓവർ ദ ബെൻസിൻ ബർണർ. ആൻഡ് ടു ദിസ് ഞാൻ ഡയറക്റ്റ് അതിൻ്റെ തൊട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ബോയിൽ ചെയ്തത്. ആഡ് എക്സസ് ഓഫ് അമോണിയം മോളിബ്ഡേറ്റ് സൊല്യൂഷൻ യൂസിങ് അനദർ ഡ്രോപ്പർ. ആൻഡ് this is a yellow precipitate that is formed, which is a very good result. This is a yellow precipitate, which is a very good result. So let us go through the chemistry. Okay, chemistry is like this. Na2HPO4, that is a phosphate, when treated with the ammonium molybdate, that is 12NH4 thrice MOO4 plus 23HNO3,
that is when it is treated with the molybdate, phosphate is treated with the molybdate and HNO3, you will get the yellow precipitate of ammonium phosphomolybdate, that is NH4P MO thrice O10 4 times plus 2 NaNO3 plus 21 NH4NO3 plus 12H2. Thus we discussed mainly majority of the test for the anions. So I think it's clear for you. നമ്മൾ രണ്ട് സെക്ഷൻസ് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് പ്രിലിമിനറി എക്സാമിനേഷൻസും അതുപോലെ അനാലിസിസ് ആൻഡ് കൺഫർമേഷൻസ് ഓഫ് ആനിയോൺസ്, ഇതുപോലെ നമ്മൾക്ക് ഏതും കൂടെ ഉണ്ട്, കാറ്റിയോൺസിൻ്റെയും കൂടെ ഉണ്ട്. ഓക്കെ, എനിവേ വി ക്യാൻ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.